സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാരിന്റെ വീഴ്ച വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്ത്. പദ്ധതി പൂർത്തിയാക്കുന്നതിന് ടികോമിന് സമയപരിധി നിശ്ചയിക്കാതെ സർക്കാർ 2007 കരാർ ഒപ്പിട്ട സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പൂർത്തീകരണ തീയതി 2022 സർക്കാർ നിശ്ചയിച്ചിരുന്നില്ല. കരാർ വ്യവസ്ഥകൾ ലംഘിച്ച് ടികോം ഇൻവെസ്റ്റ്മെന്റിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കത്തിനൊപ്പമാണ് വീഴ്ചകളും വ്യക്തമാകുന്നത്. പദ്ധതി പൂർത്തീകരിക്കേണ്ട തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്കുള്ള സർക്കാർ മറുപടി. 2007 ഒപ്പിട്ട പദ്ധതിക്കാണ് 2022 പോലും ക്ലോസിംഗ് ഡേറ്റ് നിശ്ചയിക്കാത്തത്. മാത്രമല്ല, സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പദ്ധതിക്ക് ഒരു ഘട്ടത്തിലും സർക്കാർ മേൽനോട്ടവും ഉണ്ടായിട്ടില്ല. 10 വർഷത്തിനുള്ളിൽ പൂർണ്ണസജ്ജമാകുന്ന വിധമാണ് കരാർ എന്നായിരുന്നു സർക്കാർ വാദം. എന്നാൽ രേഖകളിൽ ഇതൊന്നുമില്ല. ടികോമിനെ സഹായിക്കാനും ടികോമിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയുള്ളതുമാണ് കരാർ എന്ന് വ്യക്തം. സെസ് നടപടികളെ സംബന്ധിച്ചും രേഖകളിൽ ഇല്ല. ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ യാലും കോടതിയിൽ കരാർ ലംഘനം നടന്നിട്ടില്ലെന്ന് ടികോമിനെ വാദിക്കാനാകുന്ന പഴുതുകളാണ് സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 10 വർഷത്തിനുള്ളിൽ 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടവും 90,000 തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്ത ദുബായ് ടികോം ഇൻവെസ്റ്റ്മെന്റിന് 13 വർഷത്തിനിപ്പുറവും കരാർ വ്യവസ്ഥകളോ ഉറപ്പുകളോ പാലിക്കാനായിട്ടില്ല. സർക്കാരിന് 16% ഓഹരിയും ടികോമിന്റെ മാതൃകമ്പനിയായ ദുബായ് ഹോൾഡിംഗിന് 84% ഓഹരികളുമാണുള്ളത്. സ്മാർട്ട് സിറ്റി പദ്ധതി നടത്തിപ്പിലെ ടികോമിന്റെ വീഴ്ച മറച്ചുവെച്ച് ടികോമിന് നഷ്ടപരിഹാരം നൽകി പാട്ടഭൂമി തിരിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കങ്ങളാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. 2007 ദുബായ് ഹോൾഡിംഗ്സുമായി ഒപ്പുവെച്ച കരാറിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പദ്ധതിക്ക് തടസ്സമുണ്ടായാൽ മാത്രമാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകേണ്ടത്. ജനം, കൊച്ചി.